മാനസാന്തരത്തിന്റെ പടവുകൾ. മാനസാന്തരത്തിന്റെ പടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികൾ ആയവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഈ ആഴ്ച നാം പരിചയപ്പെടുന്നത് കൊല്ലം ജില്ലയിൽ പുനലൂർ ഇടമൺ എട്ടിവിള വീട്ടിൽ സാബു പി ഡാനിയേലിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഉന്നതനാം യേശുവിങ്കൽ ആശ്രയം വച്ചിടുകിൽ ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടുമാവൻ നിനക്കായി. ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടുമാവൻ നിനക്കായി. യൗവനാരംഭത്തിൽ തന്നെ ഇന്ത്യൻ കരസേനയിൽ ജോലി നേടി 20 വർഷത്തോളം ഇന്ത്യൻ കരസേനയിൽ സ്തുത്യർഹമായ സേവനം ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന സാബുവിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വിടുതലുകൾ അനവധിയാണ്. എൻ്റെ പേര് സാബു പി ഡാനിയേൽ എന്നാകുന്നു. പുനലൂരിന് കിഴക്ക് ഇടമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ 1988 ഏപ്രിൽ മാസം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ആർമിയിലേക്ക് ജോയിൻ ചെയ്യുവാൻ ദൈവം ഒരു നിയോഗം തന്നു. അങ്ങനെ ഞാൻ ഇന്ത്യൻ ആർമിയിൽ ചേരുകയും ഏകദേശം 20 വർഷക്കാലം ഞാൻ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തു. അതിനുശേഷം റിട്ടയർഡായി. ആ 20 വർഷക്കാലത്തിന് അളവിൽ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അനേക പ്രയാസങ്ങളും അതുപോലെ തന്നെ അനേക രോഗങ്ങളുമൊക്കെ കടന്നു വന്നുവെങ്കിലും ദൈവം എന്നെ അവിടെ നിന്നെല്ലാം വിടുവിച്ചു. അനേക പ്രാവശ്യം ഞാൻ മരണത്തിന് അകപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ദൈവം എന്നെ അവിടെ നിന്നെല്ലാം വിടുവിച്ചു. ഇപ്പോൾ ഈ ആരോഗ്യത്തോടെ എന്നെ നിലനിർത്തിയ ദൈവത്തിന് ആദ്യമായി ഞാൻ 1000 നന്ദി കരയേറ്റുന്നു. എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആർമിയിൽ ആയിരുന്നപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. ഞാൻ ഒരിക്കൽ ജോഷിമഠ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും, അതായത് ഹിമാലയ പർവ്വതത്തിൽ ഞാൻ ആയിരുന്ന സമയത്ത് അവിടെ നിന്നും ഒരിക്കൽ ടെമ്പർ ഡ്യൂട്ടിക്കായി ഞാൻ മീററ്റിലേക്ക് കടന്നു വരികയും മീററ്റിൽ നിന്നും ഞാൻ തിരിച്ച് എൻ്റെ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ വേണ്ടി ഋഷികേശ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ അവിടെ ചെന്ന്, അവിടെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡുണ്ട്. അവിടെ നിന്നും ചെറിയ ബസ്സുകൾ, GMO മോട്ടേഴ്സ് എന്ന് പറയുന്ന ചെറിയ ബസ്സുകളാണ് അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. ആ യാത്രയിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആർമിയിൽ നിന്ന് കിട്ടുന്ന വാറണ്ടാണ് ഞങ്ങളുടെ ടിക്കറ്റ്. ആ വാറണ്ടിൻ്റെ പേപ്പറാണ് അവിടെ കൊടുത്തിട്ട് ടിക്കറ്റായിട്ട് ഞങ്ങൾക്ക് ആ ബസ്സിൻ്റെ സ്റ്റേഷനിൽ നിന്നും തരുന്നത്. ഞാൻ രാത്രിയിൽ 12 മണിക്കാണ് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നത്. ബസ് സ്റ്റാൻഡിൽ ചെന്നു ആ ടിക്കറ്റ് കൗണ്ടറിൽ കടന്നു ചെന്നിട്ട് ഞാൻ അവരോട് എൻ്റെ വാറണ്ട് കൊടുത്തിട്ട് രാവിലെ 4 മണിക്കുള്ള ബസ്സിന് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുകയുണ്ടായി. അവിടെ നിന്നും 3 ബസ്സാണ് അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഒന്ന് 4 മണിക്കും, രണ്ടാമത്തെ ബസ് 5 മണിക്ക്, മൂന്നാമത്തെ ബസ് 6 മണിക്ക്. ഇങ്ങനെ 3 ബസ്സുകളാണ് അന്ന് അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. മറ്റ് ബസ്സുകളൊക്കെയും ജോഷിമഠ് വരെ എത്തിച്ചേരുകയില്ല. പകുതി വഴിയിൽ തന്നെ അത് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അത്രത്തോളം ദൂരമുണ്ട്. അങ്ങനെ ഞാൻ ആ ബസ്സിൻ്റെ ടിക്കറ്റുകൾ എടുത്തിട്ട് ഞാൻ അവിടെ ഒരു സിമൻറ്റ് ബെഞ്ചിൽ കിടന്നുറങ്ങി. എന്നാൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ആ ബസ്സിൽ കയറി പോകേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ ആ സമയത്ത് എഴുന്നേൽക്കുവാൻ സാധിച്ചില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ 4:30 മണി കഴിഞ്ഞു. ആ ബസ് അവിടെ നിന്നും പോയി കഴിഞ്ഞു. ശേഷം ഞാൻ ഉടൻ തന്നെ ആ ബസ് സ്റ്റാൻഡിൽ കടന്നു ചെന്ന് ടിക്കറ്റ് കൗണ്ടറിൽ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആർമിക്കാരനാണ്, ഞാനിങ്ങനെ വാറണ്ട് തന്ന് ടിക്കറ്റ് വാങ്ങിയിരുന്നു, ആ 4 മണിക്കുള്ള ബസ്സിൽ പോകേണ്ടതായിരുന്നു. എന്നാൽ ആ ബസ് കടന്നു പോവുകയുണ്ടായി. ആയതിനാൽ എനിക്ക് അടുത്ത ബസ്സിലേക്ക് ടിക്കറ്റ് തരണം എന്ന് പറഞ്ഞു. അവർ അതിന് പ്രകാരം എൻ്റെ ടിക്കറ്റ് 5 മണിക്കുള്ള ബസ്സിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് തന്നു. ഞാനങ്ങനെ 5 മണിക്കുള്ള ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഏകദേശം ആ മലകളിങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോൾ അനേക കിലോമീറ്ററുകൾ മലയിലൂടെ യാത്ര ചെയ്യേണ്ടതാണ്. ഏകദേശം 50 കിലോമീറ്ററോളം ടോപ്പ് ലെവലിൽ ചെന്ന് താഴേക്ക്, പിന്നെ അതുപോലെ 50 കിലോമീറ്റർ ഇറങ്ങി, അങ്ങനെ അനേകം മലകൾ കയറി വേണം എനിക്ക് ജോഷിമഠിൽ എത്തിച്ചേരുവാൻ. ഞാൻ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മലയുടെ ടോപ്പിൽ ചെന്നപ്പോൾ
അവിടെ ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് ബിയാസി, കർണപ്രയാഗ്, യോഗപ്രയാഗ്, നന്ദപ്രയാഗ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ചമോലി ഡിസ്ട്രിക്ട്. അങ്ങനെയുള്ള സ്ഥലത്തൂടെ ഞാനിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് പോലീസുകാരും കുറേ ആളുകളും ഒക്കെ നിൽക്കുന്ന ഞാൻ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, ഞങ്ങളവിടെ ബസ് നിർത്തി, ഞങ്ങളുടെ ബസ് അവിടെ നിർത്തിയതിന് ശേഷം അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഈ 4 മണിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിരുന്ന ബസ് വലിയ കൊക്കയിലേക്ക്, അഗാധമായ കൊക്കയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്നേരമാണ് അതിൻ്റെ ഭീകരതയെക്കുറിച്ച് ഓർത്തത്. ദൈവം എന്നെ അവിടെ കിടത്തി ഉറക്കിയതാണല്ലോ. ആ ബസ്സിൽ ഞാൻ കടന്നു പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ കാണുകയില്ലായിരുന്നു. അത്രത്തോളം ഭയാനകമായൊരു ആക്സിഡൻ്റാണ് അന്ന് അവിടെ നടന്നത്. ആക്സിഡൻറ്റിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ അനേക സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ആർമി ജീവിതത്തിൽ ഉണ്ടാവുകയുണ്ടായി. ഏകദേശം 20 വർഷക്കാലം സംഭവബഹുലമായിട്ടുള്ള ഒരു ആ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒരിക്കൽ ഞങ്ങൾ ലീവിന് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ആർമി ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറുടെ കൈകളിലേക്ക് ആ ഫ്രണ്ട് കണ്ണാടി പൊട്ടിച്ചുകൊണ്ട് വലിയൊരു കല്ല് മുകളിൽ നിന്നും വന്ന് പതിക്കുകയുണ്ടായി. അല്പനിമിഷം ആ ഡ്രൈവർ ഒന്ന് മനസ്സ് പതറിയിരുന്നു എങ്കിൽ ഞങ്ങൾ ആരും രക്ഷപ്പെടുകയില്ലായിരുന്നു. അതുപോലുള്ള അഗാധതയിലേക്ക് കടന്നു പോകുമായിരുന്നു. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരം ഞങ്ങളെ അവിടെ രക്ഷിക്കുകയുണ്ടായി. ഒരു പൊറൽ പോലും ഏൽക്കാതെ ഞങ്ങളെല്ലാവരും അവിടുന്ന് രക്ഷപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ 1981-82 വർഷക്കാലമാണ് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഉത്തരകാശിയിൽ ഭൂകമ്പം നടന്നു. ആ ഭൂകമ്പത്തിലും ഞാൻ അകപ്പെടുകയുണ്ടായി. ഏകദേശം 2 മാസത്തോളം കാലം വീണ്ടും ആ ഭൂകമ്പത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി ഡ്യൂട്ടി ചെയ്യുവാൻ എനിക്ക് സാധിച്ചു. ആ അനുഭവങ്ങളൊക്കെ അനേക അനുഭവങ്ങളാണ്. ഏകദേശം 4000-5000 പേർ മരിച്ചു കിടക്കുന്ന ആ ഒരു വലിയ ഡാമിൽ അവരുടെ ശവശരീരങ്ങൾ കൊണ്ട് വലിച്ചിടുന്ന ഒരു സ്ഥലത്ത് ഞാൻ പോയി കാണുകയുണ്ടായി. കുഞ്ഞും ആണും പെണ്ണും അതുപോലെ തന്നെ മൃഗങ്ങളുമൊക്കെ ഒരുമിച്ച് ആ ഡാമിൽ കിടക്കുന്ന ആ കാഴ്ച കണ്ട് അനേക മാനസികമായിട്ട് വളരെ തകർന്നിട്ടുണ്ട്. അതുപോലെ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ, ആ ആർമി ജീവിതത്തിൽ ഉണ്ടാവുകയുണ്ടായി. എന്നാൽ ദൈവം അവിടെ നിന്നൊക്കെ വിടുവിച്ച് ഒരു പോറൽ പോലും ഏൽക്കുവാതെ 2008 ഞാൻ റിട്ടയർഡ് ആവുകയും അതിനുശേഷം ഞാൻ ഭവനത്തിൽ കടന്നു വരികയും ചെയ്തു. എന്നാൽ ദൈവം ഏകദേശം 1.5 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് ഗൾഫിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ദൈവം നൽകുകയുണ്ടായി. അങ്ങനെ ഞാൻ അബുദാബി, ദുബായ്, ഷാർജ, ഉമൽ ഖൈൻ, റാസൽ ഖൈമ എന്നീ സ്ഥലങ്ങളിലൊക്കെയും പോയി ഡ്യൂട്ടി ചെയ്യുവാൻ ഒരു അവസരം ദൈവം എനിക്ക് നൽകി. ഞാൻ ആർമിയിലിരുന്നപ്പോൾ അനേക അനുഭവങ്ങളുണ്ടായി. എന്നാൽ അതൊക്കെ ഇപ്പോൾ എനിക്ക് പറയുവാൻ നിവൃത്തിയില്ല. മറ്റൊരു വ്യക്തികളെ അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തെ ഒന്നും താഴ്ത്തിക്കെട്ടുവാനോ അല്ലെങ്കിൽ അവർക്ക് ഹാനികരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുവാനോ ആഗ്രഹിക്കാത്തതിൻ്റെ പേരിൽ അനേക അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ചെറുപ്രായം മുതൽ ദൈവമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ്, ഒരു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നതിനുള്ള ഒരു വലിയ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ആർമി ജീവിതത്തിൽ കടന്നു പോയതിന് ശേഷം എൻ്റെ ജീവിതത്തിൻ്റെ വഴികളെല്ലാം തെറ്റുകയുണ്ടായി. മദ്യപാനത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമയായി ഞാൻ അവിടെ ആയിരുന്നു. എന്നാൽ ദൈവം എന്നെ പലപ്പോഴായി പരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗൾഫിലായിരുന്നപ്പോഴാണ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനിടയായി. മരണകരമായ നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം രക്ഷയ്ക്കെത്തിയ നിരവധി അനുഭവങ്ങളാണ് സാബുവിന് പറയുവാനുള്ളത്. സത്യത്തിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് അറിയില്ലായിരുന്നു. ഞാൻ അന്ന് അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുകയും ഡ്യൂട്ടി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. രാത്രിയിൽ എനിക്ക് 12 മണിക്ക് ശേഷം നെഞ്ചിനകത്തൊരു വേദന കടന്നു വരികയും അത് വളരെ അതികഠിനമായി എനിക്ക് തോന്നിയപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുകയുണ്ടായി. അവർ എനിക്ക് ഗ്യാസിൻ്റെ വേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അല്പം ഇഞ്ചി നീരും അങ്ങനെയുള്ള ചില സാധനങ്ങൾ തന്ന് ആശ്വസിപ്പിക്കുകയുണ്ടായി. എന്നാൽ എൻ്റെ വേദന മാറാതെ ഞാൻ രാവിലെ വരെയും ആ വേദന സഹിച്ച് ഇരിക്കുകയും രാവിലെ ഞാൻ ഓഫീസിൽ കടന്നുപോയി എനിക്കിന്ന് അവധി വേണം, എനിക്ക് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ച, ഇന്നിവിടെ അവധി ദിവസമാണ്, അതുകൊണ്ട് ആളുകളില്ല, അവിടെ പോയതിന് ശേഷം ആ വേദന കുറയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വേറെ ആളുകളെ അയക്കാം, അതുകൊണ്ട് ഇന്ന് ജോലിക്കായി കടന്നു പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഡ്യൂട്ടിക്കായി കടന്നു പോവുകയുണ്ടായി.
അവിടെ ചെന്നതിന് ശേഷവും എനിക്ക് വേദന സഹിക്കാതെ വേദനയിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ കമ്പനിയിലൊന്നും ആരുമില്ല, ജോലിക്കായിട്ട് ആരുമില്ല. ഗേറ്റിൽ ഞാൻ മാത്രം ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് ആ കമ്പനിയിലുള്ള ഒരു മാനേജർ കടന്നു വരികയും ഏകദേശം 4 മണിയോളമായി. ആ സമയത്താണ് ആ കമ്പനിയിലുള്ളൊരു മാനേജർ കടന്നു വന്ന് എന്നോട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. സാറേ, എനിക്ക് രാത്രി 12 മണിക്ക് ആരംഭിച്ച ഒരു നെഞ്ചുവേദനയാണ്, അത് മാറുന്നില്ല, എൻ്റെ കയ്യിലേക്കും പുറത്തേക്കുമൊക്കെ ആ വേദന പടരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി ഷാർജ നാഷണൽ പെയിൻറ്റിൻ്റെ അവിടെ ആ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയതിന് ശേഷം അദ്ദേഹം കടന്നുപോയി. ഞാൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ കയറി. അവിടുന്ന് എനിക്ക് എൻ്റെ കാർഡ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകണമായിരുന്നു. അവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ഞാൻ യാത്ര ചെയ്ത് എൻ്റെ കാർഡ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കടന്നു വന്നു. അവിടെ വന്നപ്പോൾ ഒരു മലയാളി ഡോക്ടറായിരുന്നു. അവരെന്നോട് കാര്യങ്ങൾ തിരക്കി. പെട്ടെന്ന് എൻ്റെ ECG എടുത്തതിന് ശേഷം അവർ എന്നോട് പറഞ്ഞു, ഡൽഹിയിൽ നിന്നും ഒരു ഡോക്ടർ കടന്നു വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ എക്കോ ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു നേഴ്സ് ഓടി വന്ന് എനിക്കൊരു 4 ഗുളിക തന്നു. ആ ഗുളികയെല്ലാം കഴിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അഡ്മിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അടുത്ത ദിവസം ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഞാൻ എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നാളെ വരാം, എനിക്കിപ്പോൾ വേദനയ്ക്കുള്ള ഗുളിക തരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് മരിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്? നിനക്ക് ഒരു അറ്റാക്ക് വന്നതിന് ശേഷം 20 മണിക്കൂറായിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം നീ ഹോസ്പിറ്റലിൽ കടന്നു പോകണം എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്നും അവർ GMC ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ എന്നെ അവിടെ ഉടൻ തന്നെ ഒരു ICUവിലേക്ക് അഡ്മിറ്റാക്കി. അന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഒരു ബ്ലോക്ക്, എൻ്റെ 99% ബ്ലോക്കായിരുന്നു എൻ്റെ ബ്ലോക്ക്. ആ ബ്ലോക്ക് മാറ്റണമെങ്കിൽ അവിടെ ഇൻഷുറൻസ് വേണമായിരുന്നു. എന്നാൽ എൻ്റെ കയ്യിലുള്ള കാർഡ് ഇൻഷുറൻസിന് ഒക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഗൾഫ് നാടുകളിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം, ഒത്തിരി പൈസയാകും. അതുകൊണ്ട് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, സാറേ, എൻ്റെ ഇൻഷുറൻസ് കാർഡിൽ മുഖേന എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ചെയ്താൽ മതി, അതല്ലെങ്കിൽ എന്നെ ഇന്ത്യയിലേക്ക് എന്നെ കയറ്റിവിടാൻ പറഞ്ഞു. ആ ഡോക്ടർ എന്തായാലും അദ്ദേഹം അവിടെ നിന്നും ഇൻഷുറൻസുകാരുമായിട്ട് ബന്ധപ്പെട്ടു. പെട്ടെന്ന് ഇൻഷുറൻസ് സാങ്ഷനായി. അങ്ങനെ അജ്മാനിൽ വെച്ച് എൻ്റെ ഓപ്പറേഷൻ നടക്കുകയുണ്ടായി. ആദ്യത്തെ ഓപ്പറേഷൻ അവിടെ വെച്ച് നടന്നു. അതിനുശേഷം എന്നെ 14 ദിവസത്തേക്ക് നാട്ടിലേക്ക് ലീവിനായി കടത്തിവിട്ടു. നാട്ടിൽ വന്ന് 14 ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഗൾഫിലേക്ക് കടന്നുപോയി. 1 വർഷത്തിന് ശേഷം ഞാൻ 10 വർഷം ഞാൻ അവിടെ ഡ്യൂട്ടി നോക്കി. അതിനുശേഷം ഞാൻ അവിടെ നിന്നും നാട്ടിലേക്ക് കടന്നു വരികയുണ്ടായി. കടന്നു വന്നതിന് ശേഷം ഞാൻ ഹൈദരാബാദ് മെട്രോയിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. അവിടെ സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത് അവിടെ നിന്ന് ഇതുപോലെ എനിക്ക് അല്പം ശമ്പളം കൂടുതലായിട്ടുള്ളൊരു ജോലി എനിക്ക് അവിടെ ലഭിച്ചു. അത് നമ്മുടെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി. ഞാൻ അങ്ങനെ ആ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തതായിട്ട് 2ാമത്തെ അറ്റാക്ക് എനിക്ക് അവിടെ വരുന്നത്. ആ 2ാമത്തെ അറ്റാക്കിൻ്റെ വേദന വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് അറ്റാക്കിൻ്റെ വേദനയാണ്. ഇപ്പോൾ എനിക്ക് ആ വേദന മനസ്സിലാവും. കാര്യം എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദന പോലെയല്ല ഈ അറ്റാക്കിൻ്റെ വേദന വരുന്നത്. അപ്പം ആ അറ്റാക്ക് വന്നപ്പോൾ ഞാൻ ഉടൻ തന്നെ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുകയും അവരെനിക്ക് ആംബുലൻസ് അയച്ചു തരികയും ഞാൻ അവിടെ ഹൈദരാബാദിൽ ആർമി ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയുണ്ടായി. ആർമി ഹോസ്പിറ്റലിൽ ഡോക്ടർ കടന്നു വന്ന് ചെക്ക് ചെയ്തപ്പോൾ 2 ബ്ലോക്കാണ് അന്ന് എനിക്കുണ്ടായിരുന്നത്. ഉടൻ തന്നെ എന്നെ അവിടെ കാത്ത് ലാബിൽ കൊണ്ടുപോവുകയും എൻ്റെ ഓപ്പറേഷൻ നടത്തുകയും ഉണ്ടായി. അങ്ങനെ 3 സ്റ്റണ്ട് ആ സമയത്ത് ഇടുകയുണ്ടായി. അതിനുശേഷം ഞാൻ വീണ്ടും ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിസൈൻ ചെയ്തിട്ട് വീണ്ടും കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഞാൻ ഹൈദരാബാദ് മെട്രോയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഏകദേശം 7 വർഷത്തോളം കാലം ഞാൻ അവിടെ ഹൈദരാബാദ് മെട്രോയിൽ ജോലി ചെയ്യുകയുണ്ടായി. ഇതിനുശേഷം എൻ്റെ മൂത്ത മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ഞാൻ നാട്ടിൽ കടന്നു വരികയുണ്ടായി. നേരിടേണ്ടി വന്ന നിരവധിയായ പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിലൂടെ
ദൈവത്തിൽ നിന്നുള്ള അത്ഭുതകരമായ വിടുതലും സാന്ത്വനവും ആശ്വാസവും രോഗസൗഖ്യവും അനുഭവിച്ചറിഞ്ഞ സാബു പി ഡാനിയേൽ ഇന്ന് തൻ്റെ സാക്ഷ്യവും അനുഭവങ്ങളുമായി അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഹൈദരാബാദിൽ ഞാൻ കടന്നു പോകുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ കാര്യമാണ് ഏറ്റവും വലിയതായിട്ടുള്ള ഒരു പ്രാധാന്യമായിട്ടുള്ള കാര്യം. ഞാൻ ഗൾഫിൽ നിന്നും കടന്നു വന്നതിന് ശേഷം ഹൈദരാബാദിലേക്ക് കടന്നു പോകുമ്പോൾ നാട്ടിൽ നിന്നും എൻ്റെ ഒരു ചെറിയ കാറുണ്ടായിരുന്നു. ആ കാറുമായിട്ടാണ് ഞാൻ ഹൈദരാബാദിലേക്ക് കടന്നു പോയത്. കേരളത്തിൽ നിന്നും ഞാൻ യാത്ര തിരിച്ച് ബാംഗ്ലൂരിൽ കടന്നുപോയി. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ അനീഷ് എന്ന് പറയുന്ന മകനുമായാണ് ഞങ്ങൾ കടന്നുപോയത്. ആൾട്ടോ കാറായിരുന്നു, ആൾട്ടോ LXi. ആ കാറിൽ ഞങ്ങൾ ഇവിടെ നിന്നും യാത്ര തിരിച്ച് ബാംഗ്ലൂരിൽ കടന്നു ചെന്നു. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത ദിവസം രാവിലെ ഞാൻ പുറപ്പെടാനിരുന്നതാണ്. എന്നാൽ അവിടെ നിന്ന് അതിരാവിലെ എഴുന്നേറ്റ് പുറപ്പെടുവാൻ സാധിക്കാതെ ഏകദേശം 8 മണിക്ക് ശേഷമാണ് ഞാൻ അവിടുന്ന് യാത്ര തുടങ്ങിയത്. ആയതിനാൽ ബാംഗ്ലൂർ അതിൻ്റെ ട്രാഫിക്കിൽ പെട്ടിട്ട് ഏകദേശം ഒരു 11-11:30 ഞാൻ അതിൻ്റെ മെയിൻ ഹൈവേയിൽ കയറുവാൻ. ആയതിനാൽ വളരെ ലേറ്റായി ഞാൻ ഹൈദരാബാദിൽ കടന്നു ചെല്ലുവാൻ സാധിച്ചത്. ഏകദേശം 8-8:30 ആയപ്പോൾ ഹൈദരാബാദിൻ്റെ ഏകദേശം 200 കിലോമീറ്റർ പുറകിലുള്ള കർണൂൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേരുകയുണ്ടായി. അവിടെ നിന്ന് ഞാൻ ഹൈവേയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സഡൻലി ഒരു പിക്കപ്പ് വാൻ എൻ്റെ റോഡിന് ക്രോസായിട്ട് കടന്നു വന്നു. എൻ്റെ വണ്ടിക്ക് മുൻപേ കടന്നു വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയുണ്ടായി. അപ്പോൾ എൻ്റെ കാർ ചെന്ന് ആ വാഹനത്തിൽ ഇടിക്കുകയും ഞങ്ങളെല്ലാവരും ബോധരഹിതരായി. പിന്നെ എനിക്ക് ഒരു സൗണ്ട് മാത്രം കേട്ടു. അതിന് ശേഷം ഒന്നും എനിക്കറിയയില്ലായിരുന്നു. ഉടൻ തന്നെ ഞാൻ അവിടെ നിന്ന് അലറി വിളിച്ചു, എനിക്ക് ആംബുലൻസ് വേണമെന്ന് അലറി വിളിച്ച് കരയുകയാണ്. ആ സമയത്ത് ഏതോ ഒരു പയ്യൻ എൻ്റെ കയ്യിൽ എൻ്റെ മൊബൈൽ ഫോൺ കാറിനകത്തുനിന്ന് കിട്ടിയത് ആ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും ഫോൺ ചെയ്യണമെങ്കിൽ ചെയ്തുകൊള്ളൂ, നിങ്ങളുടെ ഫോണാണെന്ന് പറഞ്ഞു. ഞാൻ അതിൽ കണ്ട ആദ്യത്തെ നമ്പർ എൻ്റെ പിതാവിൻ്റെ നമ്പറായിരുന്നു. പിതാവിന് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു, അപ്പച്ചാ എൻ്റെ വണ്ടി ആക്സിഡൻ്റായി. ഇത്രയും പറഞ്ഞപ്പോൾ മൊബൈൽ ഓഫായിപ്പോയി. അതിനുശേഷം ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഞാൻ നോക്കിയപ്പോൾ 2 പോലീസുകാർ അവിടേക്ക് കടന്നു വന്നു. അവരോട് ഞാൻ പറഞ്ഞു, സാർ ഞാനൊരു ആർമിക്കാരനാണ്, അതുകൊണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ ഈ മകനെയും എനിക്ക് പെട്ടെന്ന് ആർമി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, എനിക്കൊരു ആംബുലൻസ് വേണമെന്ന് പറഞ്ഞു. അവർ ഒരു ആംബുലൻസ് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ആ ആംബുലൻസിലേക്ക് ഞാൻ ഇവർ 2 പേരെയും കിടത്തി. അവർ നേരെ അതിൻ്റെ ബാക്കിലുള്ള ആ സ്ഥലത്തെ കർണൂൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുവന്ന് ഒരു മോർച്ചറി പോലുള്ള റൂമിൽ അവർ 2 പേരെയും കിടത്തിയിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ ആ മുറിവ്, എൻ്റെ ഭാര്യയുടെ മുറിവ്, ഈ ഭാഗം മൊത്തം അടർന്ന് കിടക്കുകയാണ്. ആ ഭാഗത്ത് കണ്ണാടിയുടെ കുപ്പിച്ചുല്ലുകളെല്ലാം കയറിയിരിക്കുകയായിരുന്നു. ആ ഒരു ലേഡി ഡോക്ടർ ഒരു ദയയുമില്ലാതെ ആ കുപ്പിച്ചുല്ലൊന്നും എടുത്തു പോലും കളയാതെ അവർ അത് ചേർത്ത് വെച്ച് തുന്നിക്കെട്ടുന്ന ഒരു രംഗമാണ് ഞാൻ കാണുന്നത്. ഞാൻ അവരെ വിലക്കി. ഞാൻ പറഞ്ഞു, നിങ്ങൾ തുടരരുത്, ഞാൻ ആർമിക്കാരനാണ്, ഇവരെ ആർമി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവർക്കല്പം ഒരു ഭയമുണ്ടായി. അങ്ങനെ അവർ അതിൽ നിന്നും മാറി. ഞാൻ അതെല്ലാം കണ്ട് വളരെ പ്രയാസപ്പെട്ട് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട, ഇവരുടെ ജീവൻ എനിക്ക് രക്ഷിച്ചേ പറ്റൂ, ആയതിനാൽ എത്രയും പെട്ടെന്ന് എനിക്കൊരു ആംബുലൻസ് തന്ന് ഞാൻ ഹൈദരാബാദിലേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട് ഹൈദരാബാദിലേക്ക് കടന്നു വരുവാൻ. വളരെ കോരിച്ചൊരിയുന്ന മഴ. രാത്രി ഏകദേശം ആ സമയത്ത് 9-9:30 മണിയായി. അങ്ങനെ ഞാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പറയപ്പോൾ ഒരു SIയും കുറേ ആൾക്കാരും അവിടെ കടന്നു വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ആർമിയിലായിരുന്നു? ഞാൻ ആർമിയിലായിരുന്നു സാർ, പെട്ടെന്ന് എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ഓക്കെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇത് വാങ്ങിത്തരാം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ആന്ധ്രക്കാരൻ പയ്യൻ അവിടെ കടന്നു വന്നു. അവനെ എന്നോട് ചോദിച്ചു, മലയാളികളായിട്ടുള്ള ആക്സിഡൻറ്റ് പറ്റി കടന്നു വന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മലയാളി സമാജം എന്നെ പറഞ്ഞയച്ചതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മലയാളി സമാജത്തിൻ്റെ ആ വലിയ ഒരു നല്ല പ്രവർത്തനത്തിൽ ആ ഒരു ഭാഗവാക്കായി കടന്നു വന്ന പയ്യനോട് പറഞ്ഞു, എനിക്കൊരു ആംബുലൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയ സഹോദരൻ എനിക്ക് പെട്ടെന്നൊരു ആംബുലൻസ് കൊണ്ടുവരികയുണ്ടായി. അവിടെ നിന്നും നേരെ ആ ഹോസ്പിറ്റലിലേക്ക്, യശോദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് അവരെ സ്ട്രക്ചറിൽ കിടത്തിയതിന് ശേഷം
രണ്ടുപേരെയും, ഒരാളെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയും ഒരാളെ ICUവിലേക്ക് മാറ്റുകയും ചെയ്തു. എൻ്റെ വൈഫിനെ ICUവിലേക്കും ആ കൂടെ ഉണ്ടായിരുന്ന മകനെ വെൻറ്റിലേറ്ററിലേക്കും മാറ്റുകയുണ്ടായി. അതിനുശേഷം ഞാൻ അവിടെ മയങ്ങി വീഴുകയുണ്ടായി. അതുവരെയും ദൈവം എന്നെ ബലപ്പെടുത്തി. അവരെ അവിടെ കൊണ്ടുചെന്ന് അവരുടെ ജീവൻ രക്ഷിക്കുവാൻ ദൈവം എനിക്ക് ഒരു ബലം നൽകി, എനിക്ക് ഒരു ആരോഗ്യം നൽകി. ദൈവത്തിൻ്റെ ആ വലിയ കൃപയ്ക്കായി ഞാനിപ്പോൾ നന്ദി കരയറ്റുകയാണ്. എന്നാൽ ദൈവം ഞങ്ങളെ 3 പേരെയും എൻ്റെ പ്രാർത്ഥന ചെയ്താൽ ദൈവം എൻ്റെ ആയുസ് ദൈവം എടുക്കണമെങ്കിൽ എടുത്തുകൊള്ളൂ. പക്ഷേ എന്നാൽ ഇവർക്ക് 2 പേർക്കും ഒരാപത്തും വരരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് 3 പേർക്കും ഒരാപത്തും ജീവനാപത്ത് വരാതെ ഞങ്ങളെ രക്ഷിക്കുകയുണ്ടായി. ആ വലിയ ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അങ്ങനെ ഞങ്ങൾ ആ വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി. ശേഷം ഞങ്ങൾ ഹൈദരാബാദിൽ ഏകദേശം 7 വർഷത്തോളം ഞങ്ങളവിടെ താമസിക്കുകയുണ്ടായി. വളരെ അനുഗ്രഹമായിരുന്നു. ശേഷമാണ് ഞാനിവിടെ കടന്നു വന്ന് മൂത്ത മകൻ്റെ വിവാഹത്തിന് പങ്കെടുക്കുകയും അതിനുശേഷം വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവരോടൊപ്പം ഇവിടെ പല സ്ഥലങ്ങളിൽ കടന്നുപോയി. റോസ്മല എന്ന് പറയുന്ന ഭാഗത്ത് കടന്നുപോയി. അതുപോലെ ഇവിടെ ഞങ്ങൾ നദികളിലൊക്കെ കുളിക്കുവാനും ഒക്കെ കടന്നുപോയ സമയത്താണ് നദിയിൽ വെച്ച് വീണ്ടും എനിക്ക് നെഞ്ചുവേദന കടന്നു വരുന്നത്. 3ാമത്തെ അറ്റാക്കിൻ്റെ വേദനയായിരുന്നു എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാനത് അന്നേരം ആരോടും പറയാതെ വളരെ നേരം അത് അവരോടാരും പറയാതെ മറച്ചു വയ്ക്കുകയുണ്ടായി. എന്നാൽ വേദന സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് പറയേണ്ടതായിട്ട് വന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഇവിടെ നിന്നും പുനലൂർ പൊയ്യാനി ഹോസ്പിറ്റലിൽ കടന്നു കൊണ്ടുപോയി. അവിടെ ECG എടുത്തു. ശേഷം ഞാൻ പറഞ്ഞു നേരെ നമുക്ക് ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുവാൻ പറയുകയുണ്ടായി. അവിടെ കടന്നു ചെന്ന് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം വീണ്ടും എനിക്ക് 3-4ഓളം ബ്ലോക്കുകൾ ഉള്ളതായി കാണപ്പെടുകയും ചെയ്തു. എന്നാൽ 2 ബ്ലോക്ക് അവിടെ വെച്ച് മാറ്റുകയും ഏകദേശം ചെറിയ 3 ബ്ലോക്കുകൾ ഇനിയും ഉണ്ട്. അതും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞ് ഡോക്ടർ എന്നെ പറഞ്ഞയക്കുകയുണ്ടായി. അങ്ങനെ 3ാമത്തെ അറ്റാക്കും കഴിഞ്ഞു. അതിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. ദൈവം വീണ്ടും എന്നെ വിടുവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ വലിയ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന് എന്നിൽ കൂടെയുള്ളൊരു ഉദ്ദേശം ഈ ഭൂമിയിൽ നടത്തുവാനുണ്ട്. ആയതിനാലാണ് എന്നെ ഇത്രത്തോളം പാർശ്വങ്ങളിൽ നിന്ന് വിടുവിച്ചത്. അത്ഭുതകരമായ വിടുതലുകളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. 3 പ്രാവശ്യം അറ്റാക്കിൽ നിന്നും വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നൊക്കെ വിടുവിച്ചു. ദൈവം ഇത്രത്തോളം വിടുവിച്ച ദൈവത്തിന് വളരെ നന്ദി കരയറ്റുന്നു. തുടർന്നുള്ള എൻ്റെ ജീവിതം ദൈവിക സമർപ്പണത്തിനായി ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിക്കുകയും എന്നെ രക്ഷിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ജീവിത ഓരോ വഴികളിലും ദൈവം എന്നെ സഹായിക്കട്ടെ. എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഒരു വാക്ക് പറയുവാനുള്ളത്, പ്രിയ സഹോദര സഹോദരി, നമ്മളുടെ ജീവിതത്തിൽ നമ്മളെത്രയൊക്കെ വലിയവരായാലും പലപ്പോഴും പണത്തിനും നമ്മളുടെ കഴിവുകൾക്കോ നമ്മളുടെ യാതൊരു വിധമാകുന്ന ബുദ്ധിക്കോ ശക്തിക്കോ നമുക്ക് നേടുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ ICUവിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് മറ്റാരെയും കാണുവാൻ പോലും നമുക്ക് പറ്റാത്ത അവസരങ്ങളാണ് അവിടെ ഉള്ളത്. ആ സമയത്താണ് നമ്മൾ ആരായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ പൈസകളും അല്ലെങ്കിൽ നമ്മുടെ പണവും നമ്മുടെ പദവികളും ഒക്കെ ഒന്നുമല്ലാത്ത രീതിയിൽ മാറിപ്പോകും. എന്നാൽ സർവശക്തൻ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ധന്യമായ നിമിഷം ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മീയ ശക്തി നമ്മളുടെ മേൽ പകരും. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സാബു പി ഡാനിയലിൻ്റെ ജീവിതം ഒരു മാതൃകയാണ്. ഭാര്യ അന്നമ്മയ്ക്കൊപ്പം പുനലൂരിന് സമീപം ഇടമൺ ഏട്ടിവിള വീട്ടിൽ താമസിച്ചുകൊണ്ട് സുവിശേഷവേലയും ജീവിതവും തുടരുകയാണ് സാബു പി ഡാനിയൽ. മുൻ സൈനികനും സുവിശേഷകനുമായ പുനലൂർ ഇടമൺ ഏട്ടിവിള വീട്ടിൽ സാബു പി ഡാനിയലിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ പ്രോഗ്രാം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ജീവന്റെ മാർഗം ഓദിത്തന്നു യേശു, ജീവിത പാത തുറന്നു തന്നു. ജീവന്റെ മാർഗം ഓദിത്തന്നു യേശു, ജീവിത പാത തുറന്നു തന്നു. ജ്യോതിയായവൻ
അവനല്ലയോ ജാഗരിപ്പാൻ കൃപയേ നിത്യവും ഉന്നതനാം യേശുവിങ്കൽ ആശ്രയം വച്ചിടുകിൽ ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടുമാവൻ നിനക്കായി ഉയരങ്ങളിൽ വാതിലുകൾ തുറന്നിടുമാവൻ നിനക്കായി